Now we start next theorem. Theorem 2. If sequence Fn is a sequence of measurable functions which is fundamental in measure, then there exists a measurable function f such that Fn converges to f in measure. Here to prove the sequence Fn converges to f in measure, and given that Fn be a sequence of measurable functions and also given it is a fundamental in measure, then what is fundamental in measure? It is like Cauchy's theorem, Cauchy's convergence in real analysis. The fundamental in measure means the sequence Fn is said to be fundamental or Cauchy sequence in measure or Cauchy sequence or fundamental in measure if for any epsilon greater than 0 limit m comma n comma tends to infinity mu x set x where fn x minus f m x mod greater than epsilon is equal to 0. That is ഫണ്ടമെൻ്റൽ ഇൻ മെഷർ. നമ്മൾ ഇതിൽ കോഷി സീക്വൻസ് നമുക്കറിയാം. ഒരു കോഷി സീക്വൻസ് ആകണമെങ്കിൽ നമുക്കറിയാം ഈ സിമ്പിളായിട്ട് സീക്വൻസിൽ പറയുകയാണെങ്കിൽ എക്സ് എം മൈനസ് എക്സ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എം കോമ എൻ കോമ ഗ്രേറ്റർ ദാൻ സം നമ്പർ, സം പോസിറ്റീവ് ഇൻറ്റീജർ. ഏത് രണ്ട് നമ്പർ എടുത്താലും അവ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണെങ്കിൽ ആ സീക്വൻസ് കോഷി സീക്വൻസ് എന്ന് പറയും. അത് നമ്മൾ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിൽ പറയാം എഫ് ഓഫ് എക്സ് എം മൈനസ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോ. ദാറ്റ് ഈസ് ദി Cauchy's theorem in functions. Similarly, in measure, this can be written as if it is otherwise, the otherwise case, അല്ലാത്ത കേസ്, ലെസ് ദാൻ എപ്സിലോൺ ആകാത്ത കേസ്, ദാറ്റ് ഈസ് മോർ ദാൻ എപ്സിലോൺ, അങ്ങനെ വരുന്ന എക്സുകളുടെ കളക്ഷൻ്റെ മെഷർ ഈ 0 വെൻ എം കോമ എൻ കോമ എന്നും ഇൻഫിനിറ്റിയിലാകുമ്പോൾ ഇങ്ങനെയുള്ള എക്സുകളുടെ മെഷർ 0 ആണെങ്കിൽ നമ്മൾ തന്നെ പറയുന്ന പേരാണ് ദ സീക്വൻസ് എഫ് എൻ ഈസ് സെഡ് ടു ബി ഫണ്ടമെൻ്റൽ ഇൻ മെഷർ. ഓക്കെ, ആ ഒരു ക്രൈറ്റീരിയ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു സീക്വൻസ് എഫ് എൻ എന്നൊരു സീക്വൻസ് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഡെവലപ്പ് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം. ആ സീക്വൻസ് എഫിലേക്ക് കൺവെർജ് ചെയ്യുന്നു, ഇൻ മെഷർ രീതിയിൽ കൺവെർജ് ചെയ്യുന്നതെന്ന് തെളിയിക്കണം. അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഫണ്ടമെൻ്റൽ മെഷറൊക്കെ ഉപയോഗിച്ച് ഒരു സീക്വൻസ് ഡെവലപ്പ് ചെയ്യും. എഫ് എൻ ഐ ഓർ എഫ് എൻ കെ, ഈ സീക്വൻസ് ഫണ്ടമെൻ്റൽ ഇൻ മെഷർ എന്ന് പറഞ്ഞിട്ട് അവ കൺവെർജൻ്റ് ആയിരിക്കും. അത് കൺവെർജൻ്റ് ആയതുകൊണ്ട് ഈ കോഷി തിയറത്തിൽ പറയുന്നുണ്ട് കോഷി സീക്വൻസ് ഈസ് കൺവെർജൻ്റ് എവരി ടൈം. സോ ദിസ് സീക്വൻസ് ഈസ് കൺവെർജൻ്റ് ആൻഡ് വി നൗ അസ്യൂം ദാറ്റ് ദ ലിമിറ്റ് ആസ് എഫ് ആൻഡ് ദെൻ വി പ്രൂവ് our Fn is converges to this f. That is the last stage. തരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഫണ്ടമെൻ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സീക്വൻസ് എഫ് എൻ കെ ഓർ എഫ് എൻ ഐ ഓർ എഫ് എൻ ആർ ഒരു സീക്വൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ സീക്വൻസ് കോഷീസ് സീക്വൻസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഇൻ മെഷർ എന്ന് പറഞ്ഞുകൊണ്ട് അത് കൺവെർജൻ്റ് ആയതുകൊണ്ട് അത് എഫ് എന്നെടുക്കും. ആ എഫിലേക്ക് തന്നെ നമ്മുടെ സീക്വൻസ് എഫ് എന്നും കൺവെർജ് ചെയ്യും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഇത്തിരി ലെങ്തി തിയറമാണ്, ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ആയതുകൊണ്ട് നമുക്കിവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരണം എഫ് എൻ എക്സ് മൈനസ് എഫ് എം എക്സ്
which is greater than or equal to 1 by 2 raised to k, which is 1 by 2. നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുന്നു. ഈ എപ്സിലോണിന് പകരം എപ്സിലോൺ ഈസ് വെരി വെരി സ്മോൾ പോസിറ്റീവ് നമ്പർ. സിമിലർലി ആസ് k tends to infinity, this is very very small. 1 by 2 raised to k is very very small. Here m and n is greater than or equal to n k suffix k. ഫണ്ടമെൻ്റൽ ഇൻ മെഷർ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഈ തരുന്ന സീക്വൻസ് ഇതേപോലെ എഴുതാം. എപ്സിലോണിന് പകരം നമ്മൾ 1 by 2 raised to k ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ആൻസറിന് വേണ്ടി അസ്യൂം ചെയ്യുന്നു എൻ കെ പ്ലസ് 1 എൻ കെയേക്കാൾ വലുതാണ്. നമ്മൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ n2 ഈസ് ഗ്രേറ്റർ ദാൻ n1, ദാൻ്റെ മീനിങ്. n3 ഈസ് ഗ്രേറ്റർ ദാൻ n2. സീക്വൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ സഫിക്സ് പറയുമ്പോൾ ഏതാണ് വലുത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി എൻ കെ പ്ലസ് 1 ആണ് വലുത് എന്ന് നമ്മൾ ആരേക്കാൾ എൻ കെയേക്കാൾ വലുതാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുക. നേരത്തെ നമ്മൾ ചെയ്ത ഈ കോഷീസ് ഫണ്ടമെൻ്റൽ എഴുതുന്നതിന് വേണ്ടി എഴുതിയ ആ സ്റ്റേറ്റ്മെൻറ്റിൽ മ്യൂ കഴിഞ്ഞ് ബ്രാക്കറ്റ് ഉള്ളതിനെ ഇ കെ ആയിട്ട് എടുക്കാൻ പോയാൽ ഇ കെ മീൻസ് എക്സ് സച്ച് ദാറ്റ് മോഡ് എഫ് എൻ കെ എക്സ് മൈനസ് എഫ് എൻ കെ പ്ലസ് 1 എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by 2 raised to k. ഈ ഒരു കേസ് നമ്മൾ നേരത്തെ എഴുതിയത് എഫ് എന്നും എഫ് എമ്മും എഴുതിയത്. അതിൻ്റെ പ്ലേസിൽ എൻ കെ എഫ് എൻ കെ മൈനസ് എഫ് എൻ കെ പ്ലസ് അതേതിനും ശരിയാണ്. ഏത് എമ്മും ഏത് എന്നിനും എൻ കെക്കാൾ വലുതാകുന്ന ഏത് എന്നും ശരിയാണ്. ഇവിടെ നമ്മളതിന് എൻ കെയും എൻ കെ പ്ലസ് 1 വെച്ച് എഴുതിയിരിക്കുകയാണ്. അവിടെ പറഞ്ഞ കണ്ടീഷൻ എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ കെക്ക് ശരിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ അതിൽ തന്നെ നമ്മൾ എൻ കെയും എൻ കെ പ്ലസ് 1 ഉപയോഗിച്ച് ഈ സെറ്റിന് നമ്മൾ ഇ കെ എന്ന് പേര് കൊടുത്തു. നമുക്കറിയാം ഈ സെറ്റിൻ്റെ മെഷർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2 raised to k ആണ്. അതുകൊണ്ട് ഇ കെയുടെ മെഷർ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 1 by 2 raised to k. ഓക്കെ, ആ കോഷി ഫണ്ടമെൻ്റൽ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ വിത്ത് മെഷർ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 2 raised to k നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂയും 1 by ദാറ്റ് ഈസ് ലെസ് ദാൻ 2 raised to k എന്നെടുത്തു. ഇനി നമ്മൾ സബ് സീക്വൻസ് അല്ലെങ്കിൽ വേറെ പുതിയ സീക്വൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ എഫ് എം എന്നൊരു ടേം കൊണ്ടുവരാൻ ഒരു സെറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. എഫ് എമ്മിനെ യൂണിയൻ ഓഫ് കെ ഇ കെ എന്ന് അസ്യൂം ചെയ്തു. യൂണിയൻ ഓഫ് ഇ കെ വെർ കെ ഈക്വൽ ടു സ്റ്റാർട്ടിങ് ഹിയർ എം ടു ഇൻഫിനിറ്റി. ആൻഡ് എഫ് വി റൈറ്റ് എഫ് ആസ് ക്യാപിറ്റൽ എഫ് ആസ് intersection of each fm where m equal to 1 to infinity. അങ്ങനെയുള്ള എടുക്കുക അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് F1 contains F2, contains F3, capital F3 etc. And by theorem limit of Fn is equal to ക്യാപിറ്റൽ എഫ്. ഫസ്റ്റ് മോഡ്യൂളിൽ കണ്ട ഒരു സംഭവം തിയറിയാണ് ഇത്. ഇങ്ങനെ സീക്വൻസ് F1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു F2 ഗ്രേറ്റർ ദാൻ ഓർ എക്സെട്ര അങ്ങനെയുള്ള സീക്വൻസിൻ്റെ ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ എഫ് ആണ്, എഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എഫ് എൻ കെ എന്ന സീക്വൻസ് കൺവർജൻസ് തെളിയിക്കാൻ അത് ഈ ഫണ്ടമെൻ്റൽ മെഷർ ഉപയോഗിച്ചു കൺവർജൻസ് പറയുന്നതിന് വേണ്ടി എഫ് എമ്മിൽ ഇല്ലാത്ത ഒരു എലമെൻറ്റ് നമ്മൾ അസ്യൂം ചെയ്യുക. കോംപ്ലിമെൻ്റ് എഫ് എം എടുക്കുന്നു, ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്തു. ആൻഡ് ആൾസോ ആർ ഗ്രേറ്റർ ദാൻ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എം എടുത്തിട്ടുണ്ട്. നൗ വി ഫൈൻഡ് എഫ് എൻ ആർ എക്സ് മൈനസ് എഫ് എൻ എസ് എക്സ്. ഈ വാല്യൂ കാണുന്നു. ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു എസ് പ്ലസ് 1 ആർ മോഡ് എഫ് എൻ ഐ എക്സ് മൈനസ്
എഫ് എൻ വീണ്ടും സഫിക്സ് ഐ മൈനസ് വൺ, എഫ് എൻ ഐ മൈനസ് സഫിക്സ് ഐ മൈനസ് വൺ എക്സിൻ്റെ വാല്യൂ. ഇതിൻ്റെ വാല്യൂ നമുക്ക് ക്ലിയർലി ആണ്. ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇവിടെ ഐയുടെ വാല്യൂ S+1 to R വരെയാണ്. ഈ സമ്മേഷൻ എന്ന് പറയുന്നത് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദിസ് കണ്ടെയ്നിങ് ദാറ്റ് FNRX minus FNXX is lies in that inequality or that sum. Therefore, this is left hand side is clearly less than or equal to this large sum. Okay, and each mode value, our assumption, each mode value is less than 1 by 2 raised to I minus 1. 2 raised to I minus 1. Each value is less than 2 raised to I minus 1, our assumption. Therefore, this is less than summation I equal to S+1 to R 1 by 2 raised to I minus 1 by assumption. Also, which is less than, നമ്മൾ ഈ സമ്മേഷനെ I equal to S+1 to R എന്നുള്ളതിനെ ഇൻഫിനിറ്റി വരെ കൊണ്ടുപോകും. റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് ടേംസ് കുറേ ടേംസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഇല്ല. ദെൻ 1 by 2 raised to I minus 1. Okay. This is sum to infinity in geometric progression. Sum to infinity in geometric progression. If 1 or AR square, etc. is a geometric sequence, and the sum to infinity is A by 1 minus R. Similarly, here starting from S+1 to infinity, therefore the first value is, when we put I equal to S+1, then first value is 2 raised to S, second is 2 raised to S+1, etc. 1 by 2 raised to S is common, then bracket 1 plus 1 by 2 plus 1 by 4 plus etc. And the sum of these values A by 1 minus R, 1 by 1, here A is 1, R is 1 by 2, 1 minus 1 by 2 is 1 by 2, then total value is 2, then 1 by 2 raised to S into 2, that is 1 by 2 raised to S minus 1. നമ്മൾ ഇനി ഇത് പല സ്ഥലങ്ങളിൽ ഇതേപോലെ സമ്മേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എക്സ് എമ്മിൽ ഇല്ലാത്തത് കൊണ്ട് എക്സ് എമ്മിൽ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? എക്സ് എഫ് എമ്മിൽ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? എക്സ് എഫ് എമ്മിൽ ഉണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 raised k തന്നിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 2 raised k എന്ന് തന്നിട്ടുണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ് എഫ് എമ്മിൽ ഇല്ലെങ്കിൽ ഈ ഇനിക്വാളിറ്റി എന്തായിട്ട് മാറും? ലെസ് ദാൻ 2 raised k. Here k means our assumption given or take I minus 1. Because to start Fni x minus Fn I minus 1. So 2 raised to I minus 1. That's the reason. Okay. അപ്പോൾ FNRX minus FNXൻ്റെ മോഡ് വാല്യൂ, ദിസ് വാല്യൂ ടെൻസ് ടു 0 ആസ് M ടെൻസ് ടു ഇൻഫിനിറ്റി. M ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 1 by 2 raised to S minus 1 ആണ്. എസ് എന്ന് പറയുന്നത് മോർ ദാൻ എം ആണ്. M ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ആൾസോ എസ് ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് വാല്യൂ ടെൻസ് ടു 0. Therefore, it is a Cauchy sequence. Okay. If
നൗ നെക്സ്റ്റ് വി ഫൈൻഡ് നമുക്ക് തെളിയിക്കേണ്ടത് എഫ് എൻ കെ എക്സ് ഈസ് കോഷി സീക്വൻസ് ഇൻ എവറി ടൈം ഇൻ ഡൊമൈൻ എന്നാണ് പറയേണ്ടത്, തെളിയിക്കേണ്ടത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എക്സ് നോട്ട് എലമെൻ്റ് ഓഫ് എഫ് എമ്മിൽ അത് കോഷി സീക്വൻസ് ആയിട്ട് വന്നു. അപ്പോൾ എക്സ് അതിൻ്റെ കോംപ്ലിമെൻറ്റിലെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഒന്നുകൂടെ നോക്കിക്കും. നമ്മളിവിടെ എക്സ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ലിമിറ്റ് എഫ് എം. ലിമിറ്റ് എഫ് എം എഫ് ആണ്. എക്സ് നോട്ട് ആൻ എലമെൻ്റ് എഫിൽ എന്താന്ന് നോക്കാം. എക്സ് നോട്ട് ആൻ എലമെൻ്റ് എഫ് തൊട്ട് മുമ്പ് കണ്ടത് എക്സ് നോട്ട് ആൻ എലമെൻ്റ് എഫ് എമ്മിൽ അത് കോഷി സീക്വൻസ് ആണ് കണ്ടു. ഇപ്പോൾ എക്സ് നോട്ട് ആൻ എലമെൻ്റ് എഫിൽ നോട്ട് എലമെൻ്റ് എഫിൽ നമുക്കറിയാം എഫ് എൻ കെ എക്സ് ദ സീക്വൻസ് എഫ് എൻ കെ എക്സ് കൺവർജസ് ഫോർ എക്സ് നോട്ട് ആൻ എലമെൻ്റ് എഫ് ആണ്. എക്സ് നോട്ട് ആൻ എലമെൻ്റ് എഫ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നൗ വി ഫൈൻഡ് measure of capital F. F is clearly is a subset of Fm because limit of Fm is F, then clearly the F value is measure of F is less than or equal to measure of Fm for each m, and this is what is Fm union of Ek. Then measure of union of Ek means less than or equal to summation k equal to m to infinity measure of Ek, and which is less than summation k equal to m to infinity. Then measure of Ek. Measure of Ek means x element Ek. Then measure of Ek means less than 2 raised to k, and this value is clearly equal to 1 by 2 raised to m minus 1. ഇതൊരു ജി പി നേരത്തെ ചെയ്ത പോലെ ജി പിയിൽ സം ചെയ്യുമ്പോൾ 1 by 2 raised to m minus 1 നേരത്തെ ചെയ്ത പോലെ കിട്ടും. അപ്പോൾ മെഷർ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2 raised to m minus 1 for all m, and letting m tends to infinity this value becomes 0, therefore measure of f equal to 0. Therefore f and k, the sequence f and k converges almost everywhere to some measurable function. This is the theory of Cauchy's criteria. F and K converges on. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? കൺവർജൻ്റ് ആണെങ്കിൽ അത് ഒരു ലിമിറ്റ് പോയിൻ്റ് ഉണ്ടാകണം. ആ ലിമിറ്റ് പോയിൻ്റ് എഫ് എൻ സ്മോൾ എഫ് എൻ നമ്മൾ ആർബിട്രറി എടുക്കുന്നു. അപ്പോൾ then there exists a measurable function f small f such that our f and k converges to small f എന്ന് നമ്മൾ ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് എടുത്തു. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് എഫ് എൻ കെ കൺവർജസ് ടു എഫ് ഇൻ മെഷർ എന്ന് പ്രൂവ് ചെയ്യണം. എഫ് എൻ കെ കൺവർജസ് ടു എഫ് ഇൻ മെഷറിൽ അത് ശരിയാണെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൂവ് ചെയ്യേണ്ടത് സീക്വൻസ് എഫ് എൻ കൺവർജസ് ടു ദാറ്റ് എഫ് എൻ എന്ന് പറയും. രണ്ട് കേസും കൂടി പറയാനുള്ളത്. ഇത്തിരി ലെങ്തി തിയറമാണ്. അപ്പോൾ എഫ് എൻ കെ കൺവർജസ് ടു എഫ് പറയുന്നതിന് നമ്മുടെ നേരത്തെ കിട്ടിയിട്ടുണ്ട് എഫ് എൻ ആർ എക്സ് മൈനസ്
എഫ് എൻ എസ് എക്സിൻ്റെ വാല്യൂ നേരത്തെ കിട്ടിയത് വിച്ച് ഈസ് ലെസ് ദാൻ 2 raised to s minus 1, which is clearly less than or equal to 2 raised to m minus 1. And this is because our s and m, and what is s and m? S is more than m. Therefore, that value is clearly less than or equal to 1 by 2 raised to m minus 1. Letting r tends to infinity, letting r tends to infinity, f nrx minus fnx, fnrx minus fnsx, which is less than or equal to 1 by 2 raised to m minus 1. Also measure of fm, what is measure of fm? Which is less than 2 raised to m minus 1. Okay. And also take E epsilon and delta is positive, given positive. Choose m as large, and measure of fm is less than 2 raised to m minus 1, and we select this value is less than infimum of എപ്സിലോൺ കോമ ഡെൽറ്റ. നമ്മളങ്ങനെ സെലക്ട് ചെയ്യും. ഈ വാല്യൂ ഇപ്പോൾ ഇത് എം ലാർജ് ആകുമ്പോൾ നമുക്കറിയാം ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വെരി വെരി സ്മോൾ ആയിരിക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് എപ്സിലോൺ കോമ ഡെൽറ്റ. എപ്സിലോൺ ഉണ്ട്, ഡെൽറ്റയുണ്ട്. ഇതിലേതാണ് ചെറുത്? ആ വാല്യൂ ആണ് നമ്മളിവിടെ ഇതായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. എം ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് 0 ആണ്, ഓർ measure of fm is very 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 small positive number. That's the meaning. And s is greater than m. Now we find the set x such that fx minus fns is greater than epsilon. ഈ വാല്യൂ ആണ്. And this value is a subset of, this set is subset of x f of x minus this is subset of x such that fx minus f of nm, അങ്ങോട്ടൊന്ന് കറക്റ്റ് ചെയ്യണം, f nm ആണ് this value, and this value is greater than 2 raised to m minus 1, 2 raised to m minus 1, and this is a subset of fm by above statements, and the measure of f of m is less than delta. Therefore, measure of this value is less than delta. Therefore, fnk converges to f in measure. Convergence in measure, by definition of convergence in measure, and this value, the measure of this value is less than delta or very very small. Therefore, fnk converges to f in measure. Next, the last we prove
Fn converges to f in measure. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ നേരത്തെ എഴുതിയ സാധനങ്ങളുണ്ട്. എക്സ് എന്ന സെറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എങ്ങനെ മോഡ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇതാണ് നേരത്തെ കയ്യിലുള്ളതാണ്. ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ദിസ് വാല്യൂ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് എൻ എക്സ് മൈനസ് എഫ് എൻ കെ എക്സ് യൂണിയൻ എഫ് എൻ കെ എക്സ്. നമ്മൾ കഴിഞ്ഞൊരു തിയറത്തിൽ ഉപയോഗിച്ചൊരു തിയറി അവിടെ പറയാൻ പോകുന്നത്. മോഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ബൈ 2. നമ്മൾ ഈ ലിമിറ്റ് യൂണീക്ക് ആണെന്ന് പറയാൻ വേണ്ടി എടുത്ത തിയറത്തിൽ അതിൻ്റെ പ്രൂഫിൽ ഉപയോഗിച്ചൊരു സെൻറ്റൻസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യൂണിയൻ എക്സ് സച്ച് ദാറ്റ് എഫ് എൻ കെ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ആ തിയറത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ബൈ 2. ആൻഡ് if you take a measure on left and right, therefore this measure of that is less than or equal to measure of first time plus measure of second time. But Fn is fundamental in measure. Fn in fundamental in measure, then each value is tends to 0 as n tends to infinity and n tends to infinity. Each of them is tends to 0. ആൻഡ് എഫ് എൻ കെ ഈസ് കൺവർജസ് ടു എഫ് എക്സ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇത് രണ്ടും കൂടെ ഉപയോഗിക്കുമ്പോൾ ടെൻസ് ടു 0 എന്ന് ലഭിക്കും. ഓക്കെ, ഫ്രം ദാറ്റ് എഫ് എൻ measure of this value is tends to 0 as n tends to infinity. Therefore Fn converges to f in measure. Okay.